നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എങ്ങനെ നമുക്ക് റിട്ടയർമെന്റ് എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. തീർച്ചയായിട്ടും നമ്മൾ റിട്ടയർമെന്റ് പ്ലാനിംഗ് ഒക്കെ ചെയ്താലും നമ്മുടെ റിട്ടയർമെന്റിലേക്കുള്ള ഇൻകത്തിനെ മാക്സിമൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ എക്സ്പെൻസിന്റെ ഒക്കെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഇപ്പോൾ ചില ആളുകൾ നല്ല വലിയ വീടുകളിലൊക്കെ ആയിരിക്കാം താമസിക്കുന്നത്, അല്ലെങ്കിൽ റെന്റ് കൂടുതലുള്ള ഹൗസിലായിരിക്കാം താമസിക്കുന്നത്. ഒരു റിട്ടയർമെന്റ് ആയി കഴിയുമ്പോൾ നമുക്ക് വലിയ ഇൻകം വരുന്നില്ല, പക്ഷെ നമുക്ക് എക്സ്പെൻസ് അവിടെ ഉണ്ട് താനും. അപ്പോൾ നമുക്ക് അറിയാം, നമ്മൾ ഒരു റിട്ടയർമെന്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ മക്കളൊക്കെ വേറെ സെറ്റിൽ ആയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ഈ വലിയ വീടിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഒരു ചെറിയ വീടിലേക്ക്, ചെറിയ റെന്റ് കൊടുക്കുന്ന വീടിലേക്കോ, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വലിയ വീടാണെങ്കിൽ തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കാനായിട്ട് നമുക്ക് കുറച്ച് നല്ല ഒരു ചെറിയ വീട്ടിലേക്ക് താമസം മാറ്റുക എന്നുള്ളത് നല്ലൊരു കാര്യമായിരിക്കും. അങ്ങനെ നമുക്ക് കുറേ എക്സ്പെൻസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഹെൽത്ത് കെയർ കോസ്റ്റ് ഓരോ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഹെൽത്ത് കെയർ കോസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ബഡ്ജറ്റിംഗ് ആണ്. നമുക്ക് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് നമ്മൾ നല്ല രീതിയിൽ അതിനെ മാക്സിമൈസ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അനാവശ്യമായ എക്സ്പെൻസുകൾ, ആർഭാടങ്ങൾ, അനാവശ്യമായ എക്സ്പെൻസുകൾ, ആവശ്യമില്ലാത്ത ഷോപ്പിങ്ങുകൾ ഇതെല്ലാം ഒഴിവാക്കുക. പിന്നെ നമുക്ക് നമ്മളുടെ ഹെൽത്തിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതായത് നല്ല ഹെൽത്ത് സ്റ്റൈല് നമ്മൾ തുടരുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ, വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഹെൽത്ത് എമർജൻസി വരുന്ന ആ ഒരു കാര്യങ്ങൾ, ആ എക്സ്പെൻസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് നല്ല ഒരു സപ്പോർട്ടീവായിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ, പല റെസിഡൻസ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ചില ക്ലബ്ബുകൾ, പിന്നെ വയോജനങ്ങൾക്കുള്ള ക്ലബ്ബുകൾ, റിട്ടയർമെൻറ്റ് വന്നവർക്കുള്ള ക്ലബ്ബുകൾ, അങ്ങനെയൊക്കെയുള്ള ചില കമ്മ്യൂണിറ്റികളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കമ്മ്യൂണിറ്റി, അങ്ങനെയൊക്കെയുള്ളതിൽ നമ്മൾ ആക്റ്റീവായിരിക്കുക എന്നുള്ളത് നമുക്ക് മാനസികമായും ശാരീരികമായും നല്ല ഉന്മേഷം നൽകുന്ന ഒന്നായിരിക്കും. അതുപോലെ തന്നെ നമുക്കൊരു മെൻ്റലി ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവിടെ ആളുകൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ ആനന്ദകരമായിട്ട്, സന്തോഷകരമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ കൂടുതൽ വീഡിയോയുമായി വരും വരെ ടേക്ക് കെയർ. ഏതെങ്കിലും രീതിയിലുള്ള ഗൈഡൻസിനോ അറിവിനോ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.